सरमणी പരിപാടികളുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗികമായ നന്ദി പറയുക എന്നുള്ളത് ഇവിടെ അഭിലഷണീയമല്ല. നമ്മുടെ പരിപാടികൾ തുടരുകയാണ്. നമ്മളെ പരിപാടിയിൽ പങ്കെടുത്ത ആദ്യമായി എല്ലാ അമ്മമാരോടും രക്ഷിതാക്കളോടും ഈ രാവിലെ മുതൽ ഇവിടെ ഇതുമായി സഹകരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മളുടെ അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, അമ്മമാരുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ശ്രീ കെ സരകുമാർ അവർ മുഖ്യാതിഥിയായി വന്ന് നമ്മളെല്ലാം മനസ്സിലേക്ക് ഇടകേറിയ ആർട്ടിസ്റ്റ് കൂടിയായ വിനോദ് കോവൂർ, എൻ്റെ അഭിവന്ദ്യ ഗുരു പ്രമോദ് തൃപ്പഞ്ചി സാർ അടക്കം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുൻപിലിരിക്കുന്ന സഹൃദയ കുടുംബാംഗങ്ങളെ, നമസ്കാരം. വളരെ അധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കണം. കാരണം സാർ സൂചിപ്പിച്ചു, 8 വർഷം മുൻപ് എൻ്റെ അനിയത്തി സഖിയുടെ വീട്ടിൽ ഞങ്ങൾ ഒരു 5-6 ആൾ കൂടിയിട്ട് ഒത്തുകൂടാണ് മാഷയുടെ കീഴിൽ ശിക്ഷണത്തിന് വേണ്ടിയിട്ട്. സത്യം പറയാച്ചാ ഇന്നത്തെ പോലെ അന്ന് എല്ലാ മുതിർന്നവരും ഇങ്ങനെ ഈ ഡാൻസിൽ മേഖലയിലേക്ക് ഓടി എത്തിത്തുടങ്ങിയിട്ടില്ല. അപ്പൊ നല്ല ആശങ്ക ഉണ്ടായിരുന്നു ഉള്ളില്. ഇത്രയും പ്രായം ജീവിതത്തിൽ ഹാഫ് സെഞ്ചുറി അടിക്കാറായി നിൽക്കുമ്പോഴാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങുന്നത്. ആ അവസരത്തിൽ ഇതിനുള്ള സ്റ്റാമിന ഉണ്ടാവും. കലാ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ വാർഷികത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനും പ്രിയങ്കരനുമായ ജഡ്ജി, സോഷ്യൽ മീഡിയയിലൂടെ, തിയേറ്ററിലൂടെ, TV ചാനലിലൂടെ എല്ലാം പല വേഷങ്ങളുമായി നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീമാൻ വിനോദ് കോവൂർ അവർകളെയും നമ്മുടെ മുഖ്യ അതിഥി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം എന്നും എല്ലാ വർഷങ്ങളിലും പറയുന്നത് പോലെ തന്നെ ഇന്നും ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് കുട്ടികളുടെ മുന്നിൽ ഒരു ഗുരുനാഥൻ എന്നുള്ള സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ ശ്രീമതി കലാമണ്ഡലം സരോജിനി ടീച്ചറുടെ സഹായവും സഹകരണവും അനുഗ്രഹവും തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അന്നും ഇന്നും എന്നും ഒരു അമ്മയുടെ വയറിൽ നിന്നും വന്നില്ലെങ്കിലും ആ അമ്മയുടെ സ്ഥാനം തന്നെ തന്നുകൊണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഈ ഒരു വേദിയിൽ എൻ്റെ ഗുരുനാഥൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എന്നും ഒരു നൃത്ത അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു
സാംസ്കാരിക വേദി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അധ്യക്ഷൻ ശ്രീമാൻ രാജൻ ചെറക്കൽ അദ്ദേഹമാണ്. ഭരതയുടെ PTA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ ഭരതയുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മ ആദ്യം തെരഞ്ഞെടുത്ത സമയത്തെ ഓരോ രക്ഷിതാക്കളും അവരവരുടെ നിർദ്ദേശങ്ങളും നല്ല നല്ല അഭിപ്രായങ്ങളും നൽകിക്കൊണ്ട് ഈ ഒരു വേദിയെ ധന്യമാക്കാൻ നമുക്ക് നൽകിയ നമ്മുടെ നാടിൻ്റെ സ്വന്തം എന്ന് പറയാൻ സാലിം ലാഹിർ അദ്ദേഹം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും കേൾക്കുന്നതും കാണുന്നതും സിനിമാ നടൻ അവാർഡ് നേടി, സിനിമാ നടി അവാർഡ് നേടി എന്നുള്ളതും പാട്ടുകാര് അവാർഡ് നേടി എന്നുള്ളതുമാണ്. പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തമായി ഇങ്ങനെയും ചില മേഖലകൾ ഓരോ സിനിമയും സക്സസ് ആക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ കാരണമായ ഒരുപാട് മേഖലകളുണ്ട് എന്നുള്ളത് തെളിയിക്കാനാണ് ഇന്ന് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ അവാർഡ് ജേതാവ് സാലിം സാഹിർ. VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതും നമ്മുടെ കുട്ടികൾക്കും അതിലൂടെ ഒരു പ്രചോദനമാവും എന്നും സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ലഹരിക്ക് എതിരെ ഒരു എഴുത്ത് യുദ്ധം എന്ന ഒരു പുസ്തകം നമ്മുടെ ഭരതയിലെ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് എഴുതുകയും വളരെ പ്രശസ്തമായി തന്നെ ആ ഒരു ബുക്ക് ഇപ്പോൾ പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്. ലഹരി എന്നുള്ള മാരകമായ വിപത്തിനെ തടയാനും ഓരോ കുട്ടികളും അത് അറിഞ്ഞും വായിച്ചും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ജീവിതം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നന്മയിലേക്ക് കൊണ്ടുപോവുക എന്നറിയാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ബുക്കാണ്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സാജൻ പള്ളിമൺ അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു വേദിയെ ധന്യമാക്കാൻ നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലർ ഫാത്തിമ സുഹ്റ മേഡത്തെയും ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം CM അഹമ്മദ്, ഞങ്ങളെല്ലാവരും കുഞ്ഞാക്ക എന്നാണ് വിളിക്കാറ്. ഞാൻ നൃത്ത പഠനം ചെയ്യുന്നതോടൊപ്പം തന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ ആദ്യമായി സർഗം മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാഡമി എന്നുള്ളൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ പോവുകയുണ്ടായി. കിഴിശ്ശേരിയിൽ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ എള്ളെണ്ണ വെളിച്ചെണ്ണ CM എള്ളെണ്ണ വെളിച്ചെണ്ണ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീമാൻ CM അഹമ്മദ് കാക്കായെ ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാം ദിനംദിന വാർത്തകളും മറ്റും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന KM ഷുക്കൂർ സർ, മാതൃഭൂമിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതിന്റെ മുന്നോടിയായി ഒരു വെൽക്കം സോങ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. 4 ദിവസത്തെ പ്രയത്നം കൊണ്ട് നമ്മുടെ PTA കമ്മിറ്റിയിൽ ഒരു ചർച്ചയുണ്ടായി. ഭരതയെ കുറിച്ച് നമ്മുടെ ജനറൽ കൺവീനർ ജനാർദ്ദൻ സർ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. 2 അധ്യാപകരുള്ള സംഗീത അധ്യാപകരുള്ള ഈ ഒരു സ്ഥാപനത്തിൽ ഒരു
കലയെല്ലാം അറിയുന്ന ഭരതിയുടെ പേരിൽ ഒരു സംഗീതം നിർമ്മിച്ചുകൂടെ, അത് പാടിയാൽ നന്നായിരിക്കുമെന്ന് കേൾക്കുകയും ഈ ഒരു പ്രോഗ്രാമിൻ്റെ രക്ഷാധികാരി ഡോക്ടർ ജോഷി സർ, അദ്ദേഹം അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ഒപ്പം അന്ന് തന്നെ വരികൾ എഴുതാൻ തുടങ്ങി 4 ദിവസം കൊണ്ട് വരികൾ എഴുതി അത് സംഗീതം ചെയ്ത് വളരെ മനോഹരമായി റെക്കോർഡിംഗ് ചെയ്ത് നമ്മുടെ ഭരതയ്ക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത ശ്രീമാൻ ജോഷി, ഡോക്ടർ ജോഷി സാറിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഭരത കലാക്ഷേത്ര മഞ്ചേരിയിലെ 8 വർഷങ്ങൾക്ക് മുന്നേ വെറും 6 കുട്ടികളെ വെച്ച് തുടങ്ങിയ ഈ ഒരു സ്ഥാപനം ഇന്ന് പ്രമോദ മാഷ മാത്രമായിരുന്ന ഈ ഒരു ഭരത കലാക്ഷേത്ര ഇന്ന് 10ഓളം അധ്യാപകരുള്ള 250ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു നല്ല ഒരു കലാക്ഷേത്രയായി മാറി എന്നുള്ളതിൻ്റെ ഫുൾ ക്രെഡിറ്റും ശ്രീമതി സഖി ടീച്ചറുടെ നാരായണൻ മാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട് വേദിയിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുടങ്ങിയ ഈ ക്ലാസ് ഇന്ന് ഇത്രയും കുട്ടികളുള്ള ഒരു സ്ഥാപനമായി മാറാൻ കാരണഭൂതരായ വിദ്യാർത്ഥികളിൽ ഭരതയുടെ സീനിയർ വിദ്യാർത്ഥിനി ശ്രീമതി സുമ ടീച്ചറെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഭരത കലാക്ഷേത്ര എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ള ഏത് രീതിയിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന നമ്മുടെ ശ്രീമാൻ കെ ജനാർദ്ദനൻ സാറിനെയും ഈ ഒരു വേളയിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഭരതയുടെ PTA പ്രസിഡന്റ് ശ്രീമാൻ രാജൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. മറ്റും വിശദമായിട്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദ് മാഷ് സൂചിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. തെളിയിച്ച് ഈ ചടങ്ങിന് ഔപചാരികമായ ഉദ്ഘാടനം കുറിക്കുന്നു. ആദ്യത്തെ തിരി തെളിയിക്കുന്നതിനായി പ്രിൻസിപ്പൽ ജഡ്ജ് ശ്രീ സനൽകുമാർ സാറാണ്. ദൈവം തെളിയിച്ചുകൊണ്ട് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കും. ആദ്യത്തെ തിരി തെളിയിക്കുന്നു ശ്രീ സനൽകുമാർ. തിരിയിട്ട നിലകളൊക്കെ ആദ്യത്തെ തിരി തെളിയിക്കുന്നു നമ്മുടെ മുഖ്യാതിഥി ശ്രീ സനൽകുമാർ. അടുത്തൊരു തിരി തെളിയിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ വിനോദ് കോവൂർ. അദ്ദേഹത്തിന് ശേഷം നമ്മുടെ പ്രിയ ഗുരുനാഥൻ ശ്രീ പ്രമോദ് തൃപ്പനച്ചിയും അമ്മയും ചേർന്ന മൂന്നാമത്തെ തിരി. ശ്രീമതി സരോജ ടീച്ചറാണ് മൂന്നാമത്തെ തിരി തെളിയിക്കുന്നത്. അടുത്ത തിരി തെളിയിക്കുന്നു ഗുരുനാഥൻ ശ്രീ പ്രമോദ് തൃപ്പനച്ചി അമ്മയും. അഞ്ചാമത്തെ തിരി ഐശ്വര്യപൂർണ്ണമായി തെളിയിക്കുന്നു ശ്രീ ജനാർദ്ദനൻ സാറും ജോഷി സാറും ചേർന്നു. ഇവിടെ നിറഞ്ഞു കത്തുമ്പോൾ ഭരത ഫെസ്റ്റ് 2K26 ഔപചാരികമായ തുടക്കം കുറിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് ശ്രീ സനൽകുമാറിനെ ഹാർദവമായി ക്ഷണിക്കുന്നു. Thank you.
സ്നേഹം നിറഞ്ഞ കലാസ്നേഹികളെ, ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിച്ച പ്രമോദ് തൃക്കണിച്ച്, ഡയറക്ടർ ഭാരത കലാക്ഷേത്രം, ഈ യോഗത്തിൽ അമ്മയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് ശ്രീ കെ സനൽകുമാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകനായി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് ശ്രീ കെ സനൽകുമാറിന് ഭാരതകലാക്ഷേത്രയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങൾ. തീർച്ചയായും ഇതൊരമ്മയുടെ അനുഗ്രഹം. നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ നമ്മുടെ ആഗ്രഹം അദ്ദേഹത്തെ അറിയിക്കും. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് ശ്രീ കെ സനൽകുമാർ. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നാം വരുന്നു എല്ലാവർക്കും സന്തോഷം, സ്നേഹം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന കലാസ്നേഹികളെ, ഒരു മുഖ്യാതിഥിയായിട്ട് ഇവിടെ വരാനും നിലവിളക്കിലെ ഒരു തിരി തെളിയിക്കാനും ഭാഗ്യം ഒരുക്കിയ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒരു കലാക്ഷേത്രമാണ് ഭരത ഭാവ രാഗ താള സംഗമം. അതാണ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ കുട്ടികളെ വെച്ച് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 250-ലേറെ കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട് എന്നറിയും. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതോടൊപ്പം സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം, നമസ്കാരം. ഭാരത കലാക്ഷേത്രയുടെ 8ാമത് വാർഷികാഘോഷം ഇന്ന് ഈ മുഹൂർത്തം ധന്യമാക്കാൻ എൻ്റെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഇങ്ങനെ ഒരു വേദിയിൽ ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥികളായി എത്തിയിരിക്കുന്ന ശ്രീമാൻ സനൽ സർ അവരുടെ എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത് എന്നൊന്നും അറിയില്ല.